ഹൗ ടു സെൽ യുവർ സെൽഫ് ഒരു പുസ്തകത്തിന്റെ പേരാണ്. ശരിക്കും എങ്ങനെയാണ് സ്വന്തത്തെ വിൽക്കുക? ഉഹദിന്റെ ദിവസം ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നബിയെ സംരക്ഷിക്കാൻ സ്വയം പരിചയായ മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ശേഷം നബിയുടെ സംരക്ഷണം ഏറ്റെടുത്ത അബൂദുജാനയുടെ ശരീരമാസകലം മുറിവായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറുള്ള ആരാണുള്ളത്? ഇത് കേൾക്കേണ്ട താമസം സിയാദ് ബിൻ സക്കൻ റളിയല്ലാഹു അൻഹു ചാടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംരക്ഷണം ഒരുക്കി. ഒരുപാട് വെട്ടേറ്റ് അദ്ദേഹം വലഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. അദ്ദേഹം നബിയുടെ തുടമേൽ തല ചായ്ച്ച് കിടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു. ഉഹദ് യുദ്ധം കഴിഞ്ഞെങ്കിലും സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറുള്ള ആരുണ്ട് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം ഇന്നും മുഴങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായി ഈ ലോകം വിട്ടുപിരിഞ്ഞെങ്കിലും ആ തിരുദീനും ശരീഅത്തും സമുദായവും ബാക്കിയുണ്ടല്ലോ. ആരാണ് സ്വന്തത്തെ വിൽക്കാൻ തയ്യാറുള്ളതെന്ന ചോദ്യവും നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. പാവപ്പെട്ട ഒരാളെ കാണുമ്പോഴൊക്കെ നബിയുടെ ആ ചോദ്യം മനസ്സിൽ വരണം. ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞ് നമ്മുടെ പക്കലുള്ള പണമെടുത്ത് അയാൾക്ക് സ്വതക്ക ചെയ്യണം. നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ച് കിടപ്പിലാവുമ്പോഴും നബിതങ്ങളുടെ ആ ചോദ്യം മറക്കരുത്. ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞ് തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തി അവരെ ആശുപത്രിയിലെത്തിക്കണം. കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാവുകയും ഏതെങ്കിലും ഒരാൾ തോറ്റുകൊടുത്താൽ മാത്രമേ പ്രശ്നം അവസാനിക്കൂ എന്ന് വന്നാൽ നബിതങ്ങളുടെ ആ ചോദ്യം ഓർക്കുക. ഞാൻ തയ്യാറാണ് നബിയെ എന്ന് പറഞ്ഞ് പ്രശ്നപരിഹാരത്തിനുള്ള വഴി കാണുക. ആരുമില്ലാത്ത സാഹചര്യത്തിൽ എളുപ്പം സാധിക്കുന്ന രീതിയിൽ ഹറാം ചെയ്യാനുള്ള അവസരമുണ്ടാകുമ്പോഴും നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ ആരുണ്ടെന്ന ചോദ്യം നമ്മുടെ കാതുകളിൽ ഉണ്ടാവണം. ഞാനുണ്ട് നബിയെ എന്ന് പറയുകയും അള്ളാഹുവിനെ ഓർത്ത് വല്ലതും ഉപേക്ഷിച്ചാൽ അതിലും വലുത് അവൻ പകരം തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യണം. സ്വശരീരത്തെ അള്ളാഹുവിനും റസൂലിനും വേണ്ടി വിൽക്കുക എന്നാൽ യുദ്ധക്കളത്തിൽ മാത്രം സാധിക്കുന്ന ഒന്നല്ല. അത് കൂട്ടത്തിൽ അതിമഹത്തരമാണെന്ന് മാത്രം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എല്ലാ ഇടപാടുകളിലും ഈ കച്ചവടം സാധ്യമാണ്. അതുകൊണ്ട് സ്വന്തത്തെ വിൽക്കാൻ തയ്യാറാവുക.